ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ താളി. നമ്മൾ മുടിയിലെ അഴുക്ക് പോകാൻ, അതുപോലെ മുടി നല്ല സ്മൂത്ത് ആവാൻ, മുടി വളർച്ചയ്ക്ക് ഒക്കെ പറ്റിയ അടിപൊളിയൊരു താളിയായിട്ടാണ് വന്നേക്കുന്നത്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ താളിയാണ്. പണ്ടൊക്കെ തലയിൽ എണ്ണ തേച്ച് ഇതുപോലെ താളി തലയിൽ തേച്ചിട്ട് കുളിക്കുമായിരുന്നു. അന്നൊക്കെ നല്ല മുടിയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമ്പൂവിൻ്റെ ഉപയോഗം വന്നതോടുകൂടി മുടിയും പോയി, മുടിയുടെ ആരോഗ്യവും ഉള്ളും ഉള്ള ലെങ്ത്തും എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള താളികളൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കധികം ഡാമേജുകളൊന്നുമില്ലാതെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും. ഇത് വളരെ സിമ്പിളാണ്. 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ കുറച്ച് ചെമ്പരത്തി ഇല ശേഖരിക്കുക. ചെമ്പരത്തി ഇലയും പൂവും എടുക്കുക. ഇപ്പോൾ ഇവിടെ ചെമ്പരത്തി പൂവ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെമ്പരത്തി ഇല കുറച്ച് അധികത്തിലെടുക്കുന്നത്. അപ്പം കുറച്ചേറെ ചെമ്പരത്തി ഇല എടുക്കുക. നമുക്ക് മുടിയിലും അതുപോലെ സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെക്കാനായാലും തല തേച്ച് ഷാമ്പു ചെയ്യുന്നതിന് കൂട്ടാനും തേച്ച് കഴുകാനായാലും ഒക്കെ നല്ലതാണ്. അപ്പം നമ്മൾ കുറേയേറെ ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുക്കുക. അതിൻ്റെ അകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല ഇല നോക്കി എടുക്കുക. അതിന് ശേഷം എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറ്റാർ വാഴയാണ്. അപ്പോൾ കഴുകി വെച്ച ചെമ്പരത്തി ഇലയും ആ കറ്റാർ വാഴയും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ അരയ്ക്കാതെ ഒരു കല്ലിൽ പറ്റുമെങ്കിൽ ഒരു പാറക്കല്ലിലോ മറ്റോ ഇട്ട് ഇതുപോലെ പണ്ട് താളി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കുക. കൈവച്ച് തന്നെ ഒന്ന് തിരുമ്മി എടുക്കുക. അപ്പം കറ്റാർ വാഴയും അതുപോലെ തന്നെ ഈ ചെമ്പരത്തി ഇലയും കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ തൊട്ട് അരയ്ക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ താളി, നല്ല നാച്ചുറലായിട്ടുള്ള ചെമ്പരത്തി താളി നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ താളി തലയിൽ എണ്ണ തേച്ചിട്ട് തലയിൽ കുറച്ച് നേരം തേച്ച് വെക്കാനായാലും തല കഴുകാനായാലും നമുക്ക് ഉപയോഗിക്കാം. തലയിൽ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് മുടി ഒഴിച്ചിലൊക്കെ കുറയുന്നത് പോലെ, അതുപോലെ മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ മാറുന്നത് പോലെ ഫീൽ ചെയ്യും. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഷാമ്പൂവിന് പകരമായിട്ട് ഈ താളിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണ്ടുണ്ടായിരുന്ന മുടി ഇപ്പോൾ ഇല്ല, ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതുപോലെ തന്നെ, അല്ലെങ്കിൽ പണ്ട് ഉള്ളതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ മുടി വളർന്നു വരാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇതുപോലുള്ള നാച്ചുറലായിട്ട് മറ്റ് കെമിക്കൽസ് ഒന്നുമില്ലാത്ത നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകളും താളികളൊക്കെ ഉപയോഗിക്കുക. വളരെ സിമ്പിളാണ്. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ അതിൻ്റെ അകത്തൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതൊന്ന് ഇതാക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പതഞ്ഞ് താളിയായിട്ട് കിട്ടും. നമ്മളിതൊന്ന് അരിച്ചെടുത്ത്, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ആ ഒരു മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകും. അപ്പം നമുക്ക് അതിൽ നിന്ന് വേർതിരിച്ച് എടുക്കണമെങ്കിൽ അരിച്ച് തന്നെ എടുക്കണം. നമുക്ക് കൈകൊണ്ട് തന്നെ വേണമെങ്കിലൊന്ന് വേർതിരിച്ചെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മുടി ഒരു ചെറുതായിട്ട് ഉണങ്ങുന്ന സമയത്ത് ഒന്ന് ചീപ്പ് വെച്ച് ചീപ്പുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തെങ്കിലും പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അവശേഷിക്കുന്നതുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. അപ്പം എല്ലാവരും ഈ താളി ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് പതഞ്ഞ് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു താളിയാണ് മുടി കൊഴിച്ചിൽ മാറാൻ, അതുപോലെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ, നല്ലോണം മുടി വളരാൻ, മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കാൻ, മുടിയിൽ നമ്മൾ ഷാമ്പു ചെയ്യുന്നത് പോലുള്ള എഫക്റ്റുകളെല്ലാം കിട്ടുന്ന നല്ല അടിപൊളിയൊരു താളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ താളി എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവും കറ്റാർ വാഴയും യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം ചെമ്പരത്തിപ്പൂവും കറ്റാർ വാഴയും തലയ്ക്ക് അത്രയും ഗുണം ഉള്ള സംഭവങ്ങളാണ്. നമ്മൾ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതായാലും ഇതുപോലുള്ള താളി യൂസ് ചെയ്യുന്നാലും നല്ല അടിപൊളി റിസൾട്ട് തരുന്നതാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പതഞ്ഞ് നമുക്ക് ഷാമ്പു യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ട്, കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ട് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഓരോരുത്തരെയും കണ്ടീഷൻ അനുസരിച്ച് ഇതിൽ തലയിൽ അപ്ലൈ ചെയ്ത് വെക്കാം. കാരണം ചിലർക്ക് പെട്ടെന്ന് നീരിറക്കമൊക്കെ വരുന്നവർക്ക് ആണെങ്കിൽ കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാം. അല്ലാത്തവർക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ വരെ വെക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.